ഇന്നത്തെ സൊസൈറ്റിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേ? അതായത് വേടൻ പറയുന്നത് അടിച്ചമർത്തലുകളും അടിമത്തവും അതേപോലെ തന്നെ ജാതീയ വർണ്ണ വിവേചനങ്ങളും ഒക്കെയാണ് വേടൻ വരച്ചു കാണിക്കുന്നത്. ഇതൊന്നും ഇന്നത്തെ സമൂഹത്തിൽ ഇല്ലല്ലേ? അങ്ങനെയെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് ഒരു തെളിവ് കാണിച്ചതാണ്. ഇതിനു മുൻപ് സമീപ ദിവസങ്ങളിലും സമീപ കാലയളവുകളിലുമെല്ലാം പലതരത്തിലുള്ള ജാതീയ അധിക്ഷേപങ്ങളും പലതരത്തിലും പല ആളുകളെയും ജാതിയുടെ പേരിൽ അടിച്ചമർത്തുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള ജാതീയ അധിക്ഷേപം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള അടിച്ചമർത്തലുകളും ഒന്നും ഇല്ല എന്ന് പറയാൻ താങ്കൾക്ക് സാധിക്കുന്നത്? എത്രയോ വലിയ വലിയ പാട്ടുകളുണ്ട്, എന്നിട്ടും വേടന്റെ പാട്ട് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ വേടന്റെ പാട്ട് തിരഞ്ഞെടുത്തതിന്റെ പ്രധാന കാരണം വേടൻ പാടുന്നത് നിശബ്ദരായിട്ടുള്ള അല്ലെ നിശബ്ദരാക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കള്ളത്തരവും ഒളിവും മറയും ഒന്നുമില്ലാതെ ഒരു പാട്ട്, ഒരു കലാരൂപം തിരഞ്ഞെടുക്കുകയും ആ കലാരൂപത്തിൽ കൂടി ഒരു ഒളിവും മറവും ഒന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ പറയാൻ ശ്രമിക്കുന്നത് ഇന്നലകളിലും